തിരൂരിൽ IHT തന്നെ ഹിറ്റ്. നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847 300 120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെയും മകനെയും കൊന്ന് വസ്ത്രവ്യാപാരി ജീവനൊടുക്കി. കർണാടകയിൽ സർക്കാരിന്റെ സൗജന്യ ബസ് യാത്രാ പദ്ധതി കാരണം കച്ചവടത്തിൽ നഷ്ടം വന്നുവെന്ന് ആരോപിച്ച് ഭാര്യയെയും മകനെയും കൊലപ്പെടുത്തി വ്യവസായി ജീവനൊടുക്കി. വ്യാപാരിയായ പ്രഭാകരൻ, ഭാര്യ 55-കാരിയായ ജ്യോതി, 30-കാരനായ മകൻ സന്തോഷ് എന്നിവരാണ് മരണപ്പെട്ടത്. കർണാടകയിലെ മണ്ഡ്യയിലെ നെഹ്റു നഗറിൽ ചൊവ്വാഴ്ചയാണ് സംഭവം. സർക്കാർ സൗജന്യ ബസ് യാത്ര നൽകിയതിനെ തുടർന്ന് സ്ത്രീകൾ തന്റെ കടയിൽ നിന്ന് തുണിത്തരങ്ങൾ വാങ്ങുന്നതിന് പകരം നഗരങ്ങളിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയെന്നും ഇത് ബിസിനസ്സിൽ വലിയ നഷ്ടമുണ്ടാക്കിയെന്നും പോലീസ് കണ്ടെടുത്ത കുറിപ്പിൽ പറയുന്നു. ഇയാൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടക്കാൻ സാധിക്കാതെ വന്നതായും അദ്ദേഹം കുറിപ്പിൽ പറഞ്ഞു. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ ഈ കമ്പനികളിൽ നിന്നുള്ള ഏജന്റുമാർ വീട്ടിലെത്തി കുടുംബത്തെ പീഡിപ്പിക്കുമെന്നും കുടുംബത്തിനുണ്ടാകാനിടയുള്ള അപമാനവും തന്റെ അന്തസ്സ് നഷ്ടപ്പെടുമെന്ന ഭയവുമാണ് ഇത്തരമൊരു തീരുമാനം സ്വീകരിക്കാൻ കാരണമായതെന്നും അദ്ദേഹം പരാമർശിച്ചു. ആദ്യം പ്രഭാകരൻ ഭാര്യ ജ്യോതിയെ ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. അമ്മയെ രക്ഷിക്കാൻ വന്ന മകൻ സന്തോഷിനെയും പ്രഭാകരൻ ശ്വാസം മുട്ടിച്ചു കൊന്നു. ഇരുവർക്കും ജീവൻ നഷ്ടപ്പെട്ടെന്ന് ഉറപ്പാക്കിയ ശേഷം പ്രഭാകരൻ നെഹ്റു നഗറിലുള്ള തന്റെ കടയിലെത്തി ജീവനൊടുക്കുകയായിരുന്നു. 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ധനകാര്യ കമ്പനികളുടെ പീഡനത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നും മണ്ഡ്യ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശോഭ റാണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.